ധാന്യാഹാരങ്ങൾക്ക് പകരം, പ്രത്യേകിച്ചും ചോറ് ചപ്പാത്തിയൊക്കെ കഴിക്കുന്നതിന് പകരം നമുക്ക് വണ്ണം കുറയ്ക്കാനും ലൈഫ് സ്റ്റൈൽ ഡിസീസസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും ഒരുപാട് സംഗതികൾ പറയാറുണ്ട്. മില്ലറ്റ്സ്, റാഗി, മുത്താറി എന്ന് പറയുന്ന സംഗതി, സൂചി ഗോതമ്പ്, റാഗി കൊണ്ടുള്ള കർണാടകൻ വിഭവമായ മുഗ്ധ ഒക്കെ വളരെ ഫേമസ് ആണ്. എന്നാൽ ഇതൊന്നുമല്ലാത്ത വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ക്വിനോവ എന്ന് പറയുന്ന ഒരു സീഡാണ്. എന്നാൽ അത് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചോറിൻ്റേതുപോലെ തന്നെ ഒരു മെയിൻ കോഴ്സായിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ ക്വിനോവ, QUINOAA. ഇത് വളരെ ന്യൂട്രീഷ്യസ് ആണ്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഇത് ഗ്രെയിൻ ലൈക്ക് സീഡാണ്, ധാന്യാഹാരം പോലെ തന്നെയുള്ള എന്നാൽ വിത്ത് ഗണത്തിൽപ്പെടുന്ന ഒരു ഫുഡാണ്. അത് ഒരു ഹെൽത്ത് ഫുഡായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം വരുന്നത് കെനോപോഡിയം ക്വിനോവ എന്നാണ്. കൂടുതലായിട്ടും പെറു, ബൊലീവിയ, ഇക്വഡോർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും വരുന്നത്. ഇത് ടെക്നിക്കലി ഒരു സീഡാണ്, ഒരു വിത്താണ്. പക്ഷേ അത് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഹോൾ ഗ്രെയിൻ പോലെ, ചോറ് പോലെ തന്നെ നമുക്ക് കഴിക്കാം. അതിനൊരു നട്ടി ഫ്ലേവറാണ്. നട്ട്സൊക്കെ കഴിക്കുന്ന പോലെയുള്ള ഫ്ലഫി, ച്യൂയി ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിൻ്റെ കാലറി വരുന്നത് 120 പെർ 100 ഗ്രാം. അതുപോലെ നല്ല പ്രോട്ടീനേഷ്യസ് ആണ്. 4.1 ഗ്രാം പ്രോട്ടീൻ ഉണ്ട് 100 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ. നല്ല ഫൈബർ കണ്ടൻ്റ് ഉണ്ട്, 2.8 ഗ്രാംസ് ഉണ്ട്. ഫാറ്റ് ഉണ്ട്, ഹെൽത്തി ഫാറ്റാണ് കൂടുതലും ഉള്ളത്. കാർബോഹൈഡ്രേറ്റ്സ് വെറും 21 ഗ്രാം മാത്രമേ ഉള്ളൂ. അയൺ നന്നായിട്ടുണ്ട്. മഗ്നീഷ്യം, ഫോസ്ഫറസ്, മാംഗനീസ് തുടങ്ങിയവയെല്ലാം വളരെ ഹൈ ആയിട്ട് തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ സീലിയാക് ഡിസീസ് ഉള്ളവർക്കോ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉള്ളവർക്കോ വളരെ സേഫായിട്ട് കഴിക്കാം. ഹൈ ക്വാളിറ്റി പ്രോട്ടീനാണ്. ആൻറ്റി ഓക്സിഡൻസ് നന്നായിട്ടുണ്ട്. മെറ്റബോളിസത്തെ സപ്പോർട്ട് ചെയ്യുന്നു. ഇത് ബി കോംപ്ലക്സ് വൈറ്റമിൻസും അയണും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതിന് വളരെ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ് എന്നുള്ളതാണ്. ഇതെങ്ങനെ കുക്ക് ചെയ്യേണ്ടത് എന്നും കൂടി പറയാം. ഒരു കപ്പ് ക്വിനോയ എടുത്ത് നമുക്ക് ഒരു ചെറിയൊരു സീവിൽ എടുത്ത് അതിൻ്റെ ആ ബിറ്റർനെസ് ഒന്ന് പോകാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് റിൻസ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 കപ്പ് വെള്ളവും അല്ലെങ്കിൽ ഒരു പോട്ടിൽ ഒരു ബ്രോത്തായിട്ടൊരു കഞ്ഞി പോലെ നമുക്ക് ബോയിൽ ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ചൂട് മാറിക്കഴിയുമ്പോഴത്തേക്കും അതൊന്ന് കവർ ചെയ്ത് വയ്ക്കുക. ഒരു 15-20 മിനിറ്റ് സിമ്മറിൽ വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ഫ്ലഫി ആയിട്ടുള്ള ഫ്ലേവറിലൂടെ ഒരു ഫോർക്ക് വെച്ചിട്ട് തന്നെ കഴിക്കാം. ഇതുകൊണ്ട് തന്നെ നമുക്ക് സാലഡ്, വെജിറ്റബിൾസും ഒലീവ് ഓയിലും ഒക്കെ ചേർത്ത് സാലഡ് ഉണ്ടാക്കാം. ഇത് റീപ്ലേസ്മെൻറ്റ് ഫോർ റൈസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പൊറിഡ്ജായിട്ട്, കഞ്ഞിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്.